ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുന്ന അവകാശവാദവുമായി ഇറാൻ. US സേനയ്ക്കായി ഇറാൻ കാത്തിരിക്കുകയാണെന്നും ഇറാനിയൻ നാവിക കമാൻഡ്. സമാധാന ചർച്ചകൾ ലക്ഷ്യമിട്ട് പാക്, സൗദി, തുർക്കിയ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇസ്ലാമാബാദിൽ ആരംഭിച്ചു. അതിനിടെ തെക്കൻ ഇസ്രയേലിലെ കെമിക്കൽ പ്ലാന്റിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇറാൻ അറിയിച്ചത്. US സേനയ്ക്കായി ഇറാൻ കാത്തിരിക്കുകയാണെന്നും പ്രതികാരം ചെയ്യുമെന്നും ഇറാനിയൻ നാവിക കമാൻഡർ മുന്നറിയിപ്പ് നൽകി. ചർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ രഹസ്യമായി അമേരിക്ക കരയാക്രമണം ആസൂത്രണം ചെയ്യുകയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഇന്ന് ആരോപിച്ചു. അമേരിക്കൻ സൈനികരുടെ വരവിനെ നേരിടാൻ ഇറാൻ സൈന്യം സജ്ജമാണെന്നും സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. അതിനിടെ സമാധാന ചർച്ചകൾ ലക്ഷ്യമിട്ടുള്ള യോഗം ഇസ്ലാമാബാദിൽ ആരംഭിച്ചു. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 മാധ്യമപ്രവർത്തകരുടെ സംസ്കാരം ലെബനോണിൽ നടന്നു. ഇസ്രായേലിന്റേത് വലിയ കുറ്റകൃത്യമാണെന്നാണ് ലെബനോൺ ആരോപിച്ചത്. അതേസമയം തെക്കൻ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കെമിക്കൽ പ്ലാന്റിൽ വൻ നാശനഷ്ടമുണ്ടായി. അപകടകരമായ ചോർച്ചയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സമീപവാസികൾ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് അധികൃതർ അറിയിച്ചു. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഹൂതികൾ കൂടി ഭാഗമായതിനെ അപലപിച്ച് ഫ്രാൻസ് രംഗത്തെത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.